കോർപ്പറേഷൻ വയോജനോത്സവം കരുവശ്ശേരി പാർക്കിൽ നടന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ കലാമത്സരങ്ങളും അരങ്ങേറി. കോഴിക്കോട് കോർപ്പറേഷൻ അർബൻ 3 വയോജന ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വയോജനോത്സവം കരുവശ്ശേരി പാർക്കിൽ നടന്നു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരന്റെ അധ്യക്ഷതയിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. പ്രയാസം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ പകൽ വീടുകളെ കുറിച്ച് ആലോചിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അച്ഛനും അമ്മയും മാത്രം വീട്ടിലുള്ള മക്കളൊക്കെ ജോലിക്ക് പോകും. പകൽ സമയത്ത് ആരും ഉണ്ടാവില്ല. ചിലപ്പം ഭാര്യ മരിച്ചിട്ടുണ്ടാകും, ചിലപ്പം ഭർത്താവ് മരിച്ചിട്ടുണ്ടാകും. ഒറ്റപ്പെട്ട ഒരു ജീവിതം. അപ്പം പരസ്പരം ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ മറന്നു പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ പകൽ വീടുകളിൽ ഞാൻ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും. കാരണം എന്തൊരു നല്ല നിലയിൽ അത് കൊണ്ടുനടക്കുന്നറിയാം. കാരണം ഒന്നിച്ച് ഒരു കൂട്ടായ്മ വലിയ, കാരണം പലതും അവർ പരസ്പരം കൈമാറാനുള്ള, സ്വാഭാവികമായിട്ടും പ്രായമാകുമ്പോഴാണല്ലോ നമുക്ക് സംസാരിക്കാൻ, മറ്റ് ജോലിയിലോ മറ്റെന്തെങ്കിലുമൊക്കെ ഇടപെടുന്ന സമയത്ത് നമുക്ക് മറ്റൊന്നിനെക്കുറിച്ചും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, വേറെ സമയം ഉണ്ടാവില്ല അന്ന്. പക്ഷേ എല്ലാ സ്ഥലത്തുനിന്നും റിട്ടയർ ചെയ്ത് ബാക്കി വീട്ടിലിരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ അറിയാം. അപ്പോഴാണ് വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനിടയാവുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രേഖ, വി പി മനോജ്, കൗൺസിലർമാരായ എസ് എം തുഷാര, സൗഫിയ അനീഷ്, അനുരാധ തായാട്ട്, മനോഹരൻ മങ്ങാറയിൽ, കെ റീജ തുടങ്ങിയവർ പങ്കെടുത്തു. ഇ ജിഷിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ കലാമത്സരങ്ങളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.